മസ്രാട്ടിയിൽ ഇങ്ങനെ പറക്കുന്നതോ അല്ലെങ്കിൽ ബുർജ് ഖലീഫയിൽ ജീവിക്കുന്നതിലോ ഒന്നുമല്ല. ഒരു മനുഷ്യനെ നമുക്ക് പോയി ടച്ച് ചെയ്യാൻ പറ്റുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വല്ലാത്തൊരു ഹൈ ആണല്ലോ. 100%. അത് വല്ലാത്ത ഹൈ ആണ്. പക്ഷെ എനിക്ക് എന്നെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അത് വളരെ അഗൈൻ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഡോണ്ട് ജഡ്ജ് മീ ഫോർ ദിസ് അഗൈൻ. ഇതിനൊരു വലിയൊരു പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ചാരിറ്റി ഓപ്പൺലി ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഓഫ് കോൾസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് ഇസ് ഫോർ ചാരിറ്റി. നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നത് കണ്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതാണ്. പക്ഷെ ബാക്കിയുള്ളവരും അതിന് കഴിവുള്ള ആൾക്കാരും വിളിക്കുന്നത് നമ്മളെയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ ഒഫൻഡഡ് ആവും. അത് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ SMA സംഭവം പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടൊക്കെ പലയിടത്തുള്ള SMA കുട്ടികളുടെ കാര്യം ഒരെണ്ണം സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് കേസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് ഇതിനൊരു ഡെഫിനിറ്റീവ് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നില്ല? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഇതിന്റെ വില കുറയ്ക്കാനെങ്കിലും പറഞ്ഞു, മെഡിസിൻ ചീപ്പായിട്ട് അവൈലബിൾ ആക്കാൻ പറഞ്ഞൂടെ? ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇത് എഫക്റ്റഡ് ആവുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? നമ്മളിപ്പോഴും നമ്മള് ബ്ലൈൻഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തി അത് എത്തിച്ചു കൊടുക്കാൻ. മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇന്നലെ അയക്കും. കാരണം മലയാളി ലോകമെമ്പാടുമുള്ള മലയാളിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുപോലെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ അയച്ച എത്ര പേരുടെ പേര് നിങ്ങൾക്ക് അറിയാം? അറിയില്ല. അയച്ച എത്രയാണ് എമൗണ്ട് എന്ന് പോലും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു അംശം ഞാൻ ഇതല്ല, കുട്ടികൾക്കെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും ഇതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കും. ഇതിനിടയിൽ നല്ല ആൾക്കാർ മാറിപ്പോവും, ഇതിനിടയിൽ സ്കാമുകൾ പൊങ്ങി വരും, ഇതിനിടയിൽ ചിലപ്പോൾ അർഹതപ്പെട്ട ആൾക്കാർ കിട്ടാതെ പോകും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയില്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇനിയിപ്പം വീഡിയോ ഇടാൻ മടിയുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഒരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇത് നിർത്തിപ്പോയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയാണ്. അദ്ദേഹം മരിച്ചുപോയി, കോൺഫിഡന്റ് റോയ്. ഡോക്ടർ റോയിനെ എനിക്ക് പരിചയമുള്ളതിന്റെ പേരിൽ മാത്രം എത്ര പേര് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് എനിക്കൊരു ജോലി വാങ്ങിച്ചിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, അതിനുള്ള ചികിത്സകളുടെ പണം വാങ്ങിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേജിൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ഇന്ന് ഈ നേരത്തെ നമ്മൾ സംസാരിച്ച കാര്യമാണ്, റീച്ച് ഇസ് സോ ഈസി. നമ്മള് പണ്ട് 6 degrees of separation എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. നമ്മളെല്ലാവരും തമ്മിൽ 6 degree സെപ്പറേഷൻ ഉള്ളു. അത്രയൊന്നുമില്ലല്ലോ, 2. ഇൻസ്റ്റഗ്രാം ആൻഡ് സെൻഡ് എ മെസ്സേജ്. ഇഫ് ഈ റീഡ്സ് ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു അല്ലേ? ഇത്ര ഈസിയാണ് റീച്ച്. അപ്പൊ ആ റീച്ച് ഉള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും ചോദിക്കാനും ഒക്കെ എളുപ്പമാണ്. ബട്ട് എനിക്കറിയില്ല അത് അതിനുള്ള സൊല്യൂഷൻസ് വളരെ രീതിയിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് സ്പ്രൗട്ട് ചെയ്ത് വരുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് സൊല്യൂഷൻസ്. ഈ ഗൾഫിലെ ഓണം ഒരിക്കലും തീരില്ല എന്ന് കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് വരെയും ഓണം ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട്. ഗൾഫിലല്ല, ഞാനിപ്പോ സിംഗപ്പൂർ പോയപ്പോഴും അവിടെ ഇതിനാ ഞാൻ പറഞ്ഞ പ്രവാസികളുടെ അവിടെ അങ്ങനെയാ. എന്റെ റീസൺ എന്താ അറിയോ? നമ്മള് ഒരു മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ആകെ അവധി കിട്ടുക. അല്ലെങ്കിൽ കുറെ പേർക്ക് സാറ്റർഡേയും ജോലിയുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് വീക്കെൻഡുകളെ കിട്ടുള്ളൂ. ഇത്തവണ ഓണം വരുന്നത് 26 എന്ന് പറയുന്നത് നമ്മുടെ തിരുവോണം വരുന്നത് 26th ആണ്, വെനസ്ഡേ ആണ്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലായിരിക്കും നമ്മുടെ സെലിബ്രേഷൻ. നമുക്ക് വീട്ടിൽ പോയി ഒരു ഊണ് കഴിക്കാനായിട്ട് നമ്മളല്ലെങ്കിൽ ലീവ് എടുക്കേണ്ടി വരും. നമുക്ക് അവിടെ ഓണത്തിന് അവധി കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓഫീസിലെ ആൾക്കാരുമായിട്ടുള്ള സെലിബ്രേഷൻ ആയിരിക്കും, അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയുള്ള ഓണാഘോഷമായിരിക്കും. പിന്നെ നമ്മുടെ കൂട്ടുകാരും കുടുംബമൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴാണ്? അത് വീക്കെൻഡുകളാണ്. എല്ലാവർക്കും സൗകര്യമായിട്ടുള്ള വീക്കെൻഡുകൾ കണ്ടെത്തി പോകുമ്പോഴാണ് അത് ഡിസംബർ വരെ എത്തുന്നത്. മനസ്സിലായത്? അപ്പൊ ഇന്നിപ്പോ ഒക്ടോബർ 10ാം തീയതിയിലത്തെ ഷോയിന് വിളിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10ാം തീയതി ഓണാഘോഷമാണ്, ടൈം ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ഓണങ്ങളും ഒരുപാട് ഓണപരിപാടികളും കൂടി ഉണ്ടാവും അറിയാം. കയ്യിന്ന് പോയല്ലോ എന്ന് തോന്നിയ ഓണപരിപാടികളുണ്ടോ? പെട്ടുപോയ അവസ്ഥകളുള്ള ഓണപരിപാടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ. കയ്യിന്ന് പോയല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിന്ന് പോയിട്ടുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ആള് കൂടിയിട്ട് ഉള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആള് വന്നിട്ടേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളതിന്റെ ദുബായിൽ തന്നെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോ നമ്മളൊരു അവിടെ പൂരം നടത്താറുണ്ട്. ഒരു സമയത്ത് നമ്മൾ പൂരം നടത്തിയപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാല് തിരിച്ച ആൾക്കാർ വന്ന് കേറിയിട്ട് ടിക്കറ്റ് എടുത്ത ആൾക്കാർ വെളിയിൽ നിന്ന് വിളിക്കുക, ഒന്നകത്ത് കയറാൻ പറ്റുമെന്ന് വെച്ചു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൗദിയില് ഷോ ചെയ്തിട്ട്, ദുബായിലുള്ള ഷോയുടെ കാര്യം പറയാം, സൗദിയിൽ ഷോ ചെയ്തിട്ട് ആൾക്കാര്, അതായത് കമോൺ കേരള എന്ന് പറഞ്ഞിട്ട്, ദെൻ ആ സമയത്ത് ആൾക്കാർക്ക് ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് ആദ്യം സ്ത്രീകളും കുട്ടികളും ഇറങ്ങിയതിന് ശേഷം
ഇറങ്ങാൻ ശ്രമിക്കുക, ഫാമിലീസിന് അധികം സമയം കൊടുക്കുക എന്ന് പറയേണ്ട സാഹചര്യം. കാരണം അത്രയും കണ്ട ആൾക്കാർ ഒരു എക്സിറ്റിലൂടെ റഷ് ചെയ്യാൻ പോയി. നമ്മൾ മാജിക്കിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഷോ നമ്മുടെ ഷാർജ എക്സ്പോയിൽ നടത്തി. അപ്പൊ നമ്മൾ മാജിക്കിന്റെ ഷോ ഓപ്പൺ, എല്ലാവരും കയറി വന്ന് കണ്ടോട്ടെ എന്നുള്ളത്. മലയാളത്തില് ഷംസുക തൊട്ട് നമ്മുടെ അറിയാലോ, അദ്ദേഹം മറ്റേ സ്ട്രീറ്റ് മാജിക് ചെയ്യുന്ന ആള്, അദ്ദേഹം നമ്മുടെ രാജ് കലേഷ് ഒക്കെ വന്ന്, മുതുകാട് സാർ ഒക്കെ ഉള്ള ഷോ ആണ്. ഇത് ഓപ്പൺ ഷോ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഒരു ക്രൗഡ് എല്ലാവരും വന്നിരുന്ന് കാണും. ആ ഷോയിലായിരിക്കും ഞാൻ നിർത്തിയിട്ട് ഞാൻ പറയുന്നത്, ദൈവം ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പേര് പുറത്തിറങ്ങിയാൽ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അകത്ത് വന്ന് കാണാൻ പറ്റും. നമ്മൾ അടുത്ത ആക്ടിലോട്ട് പോവാണ്. ദൈവം നിങ്ങൾ കണ്ടതല്ലേ, ഒന്ന് മാറി തന്നാൽ. ഒരുപാട് പേര് ആഗ്രഹമായിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യം ആലോചിച്ച് നോക്കിയേ. ഒരു ഷോ ഞാൻ അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞു ഇത് പ്രശ്നമാവില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗുഡ് പ്രോബ്ലം ടു ഹാവ്. ഏറ്റവും സക്സസ്ഫുൾ ഷോ എന്താ? ഏറ്റവും സക്സസ്ഫുൾ ഷോ എന്ന് പറഞ്ഞാൽ അതായത് ടിക്കറ്റ് കിട്ടാതെ വെളിയിൽ വലയുന്നതാണ് സക്സസ്. അവിടെയാണ് സക്സസ്. ഇപ്പോഴും മറ്റേ ഈ പരിപാടി നടത്തുന്ന ആങ്കർ എന്നുള്ള പേരിൽ ആളുകൾ ഒരു 2 ഫ്രീ ടിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോഴും കൊള്ളാം. കഴിഞ്ഞ ആഴ്ച അതിനെ പറ്റി വഴക്കടന്നിട്ട് ഒരു സാഹചര്യമാണ്. ഈ ഷാരൂഖ് ഖാന്റെ ഷോ ഒക്കെ വിളിച്ചിട്ടുണ്ടോ? പിന്നെ ഷാറൂഖിന്റെ ഷോ എപ്പോഴും ഇതുണ്ടാവും. ഷാറൂഖിന്റെ ഷോയിലുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷാറൂഖിന്റെ കാണണം എന്നുള്ളതാണല്ലോ ആൾക്കാർ. അപ്പൊ അവിടെ ഇൻവൈറ്റഡ് ആവണം, എങ്കിലേ അവിടെ ഫ്രണ്ട് ഇരുന്ന്. ഞാന് മലയാളത്തിലൊരു പ്രമുഖ നടി ദുബായ് മോൾ വഴി നടന്നു പോവുക വഴി എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇന്ന് ഇവിടെ ഞാൻ പറഞ്ഞു ഷാറൂഖിന്റെ ഷോ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. രജീഷ വിജയനാണോ നടി? അല്ലല്ല, രജീഷ ഭയങ്കര ഫാനാണ് ഷാരൂഖ് ഖാന്റെ. ആരാണല്ലാത്തത്? അതെ, ആരാണല്ലാത്തത്? ഈ ഓണപരിപാടികളില് ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ കാണുമ്പോഴാ മാവേലി ആവാനുള്ള നിർബന്ധങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇപ്പോ ഞാൻ എത്രയോ നാളായിട്ട് മാവേലി നിർബന്ധങ്ങൾക്ക് വഴങ്ങാറില്ലായിരുന്നു. ജിയോ സ്റ്റാറിന്റെ സ്ക്രിപ്റ്റ് പൊളിയായിരുന്നു. അത് ഞാനും പറഞ്ഞു ഇല്ല ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടപ്പം എന്റെ അടുത്ത് സർഗോ പറഞ്ഞു നിങ്ങളുടെ സ്ക്രിപ്റ്റ് കേട്ടോ, എനിക്ക് കേട്ടിട്ട് കൊള്ളാൻ തോന്നി. സർഗോ നല്ല കൺവിക്ഷൻ ഉള്ള ആളാണ്, ഭയങ്കര കറക്റ്റ് വിഷനാണ്, സെൻസ് ഉള്ള. അപ്പൊ അതുകൊണ്ട് വളരെ അപ്പൊ സർഗോ പറഞ്ഞപ്പോ ഞാൻ എന്തായാലും അത് കേട്ടു നോക്കാം എന്നുള്ള ധാരണയിൽ കേട്ടു നോക്കി. ഉഗ്ര സാധനം. ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനത്തിന്റെ ഒരു 2 ഇരട്ടി ഉണ്ട് അതിനകത്ത്. ടൈം ലിമിറ്റ് കാരണമാണ് അത്രയും വെച്ചു. അതിനകത്തുള്ള ഹ്യൂമർ ഒക്കെ വേറെ ലെവലിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. കുറെ നമ്മൾ കട്ട് ചെയ്ത് വന്നു. പക്ഷേ അത് കാരണം ആഡിന്റെ സ്റ്റിപ്പുലേഷൻ ടൈം ഉണ്ടല്ലോ അത്. പക്ഷേ വി ഹാഡ് സോ മച്ച് ഫൺ ഷൂട്ടിങ് ഇറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് മാവേലി കോസ്റ്റ്യൂം കെട്ടുന്നത്, ഇതൊരു കെട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഭയങ്കര എല്ലാം നമ്മൾ പറഞ്ഞ മറ്റേ തണ്ടും തടിയും ഉണ്ടെങ്കിൽ പിന്നെ മാവേലി, വയറുണ്ടെങ്കിൽ സാന്റ, പുലിക്കളിക്ക് വരെ വിളിക്കുന്നേ. പക്ഷെ ഈ പറഞ്ഞ പോലെ ദുബായിലൊക്കെ പോയി വന്നിറങ്ങിയ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഈ ഓണം പലപ്പോഴും ഈ റെസ്റ്റോറന്റിൽ അവിടെ ഉള്ള ഒരു കൂപ്പൺ വാങ്ങിക്കുന്നു, സദ്യ ഉണ്ടെന്നു, ആ അവസ്ഥയിൽ വിടുമ്പോ നാട് മിസ് ചെയ്ത ഓണസമയങ്ങളുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പറയുമ്പോ എല്ലാവരും എന്റെ അടുത്ത്, പക്ഷെ നമ്മുടെ ഭാഗ്യമാവാം. കാരണം വേറെ ഒരുപാട് പേരുടെ സ്ഥിതി ഇതല്ല. ഞാനൊരു റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നുണ്ട്. നമ്മുടെ എല്ലാ വർഷവും ഓണം ഒരു അഡ്വർടൈസിങ് കോൺസെപ്റ്റിൽ പോലും അത് ആഘോഷമാക്കണോ. കാരണം എങ്കിലല്ലേ നമുക്ക് അതിനൊന്ന് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു വിൽക്കാനായിട്ടാണെങ്കിലും നമുക്ക് ഓണം ആഘോഷമല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ആഘോഷമില്ലായ്മ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാത്തുനിൽപ്പില്ല, ഇതില്ല. പക്ഷെ ഈ പറയുന്ന റിയാലിറ്റി അവിടെ ഒരുപാട് ആൾക്കാരുടെയാണ്, അത് സത്യം തന്നെയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവർ ഓണം ഉണ്ണുന്നത് ഇതേപോലെ ചെയ്തിട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല.